ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ നാട്ടിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്. നിങ്ങളോട് പൈസ കുറവിൽ ഈ പ്ലാൻ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് പലരും ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാം. പക്ഷേ പ്രശ്നം വരുന്നത് നമ്മൾ ബില്ല് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫുൾ എമൗണ്ട് കിട്ടില്ല. ഇപ്പോൾ 1,00,000 രൂപ നമ്മൾ ബില്ല് വന്നു കഴിഞ്ഞാൽ 75,000 രൂപ ക്ലെയിം ആകും. ബാക്കി 25,000 രൂപ നിങ്ങൾ അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതിനൊരു എക്സാമ്പിൾ പറയാം. അതായത് നിങ്ങൾക്കൊരു സർജറി കഴിയുകയാണ്. സർജറിക്ക് നമുക്ക് കോട്ടൺ, നീഡിൽ അതുപോലെ പല സാധനങ്ങളുണ്ട് ഈ കൺസ്യൂമബിൾ ആയിട്ടുള്ളത്. അതെല്ലാം നമ്മൾ അടയ്ക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഇൻഷുറൻസിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സ് നമ്മൾ അടച്ചേ പറ്റൂ. അപ്പം ഇത്രയും പണം നമ്മൾ അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ റൂം റെൻറ്റ് ലിമിറ്റ് നമ്മൾ 4,000 രൂപയുടെ റൂമേ എടുക്കാവുന്നുള്ളതാണ് നമ്മുടെ ഇൻഷുറൻസ് പ്ലാനിലുള്ളത്. നമ്മൾ അതിന് വരെ 6,000 രൂപയുടെ റൂമാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന ചിലവുകളുടെ ആനുപാതികമായിട്ട് അതും കൂടെ നമ്മൾ അടയ്ക്കേണ്ടി വരും. ഇതുപോലെ 20,000 30,000 നമ്മുടെ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഒരു 5,00,000 രൂപയുടെ ഒരു ഹാർട്ട് സർജറി വന്നു. ഹാർട്ട് സർജറിക്ക് 2,00,000 സബ് ലിമിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 3,00,000 നിങ്ങളുടെ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വരും. ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് തന്നെ ഇത്തരം ഫീച്ചേഴ്സൊക്കെ നോക്കി നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് പറ്റും. അപ്പം ഇതുപോലുള്ള വിവരം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്, അറിവുണ്ടായിരിക്കണം. ഇപ്പം എൻ്റെ ബയോയിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ക്രീനിൽ QR കോഡ് കൊടുത്തിട്ടുണ്ട്. അതും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള എല്ലാ കമ്പനികളും അതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന ഇൻഷുറൻസ് പ്ലാനാണ് എടുക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. സബ് ലിമിറ്റ് ഇല്ലാത്ത, റൂം റെൻറ്റ് ലിമിറ്റ് ഇല്ലാത്ത, കൺസ്യൂമബിൾസ് കവർ ആകുന്ന ഇഷ്ടമുള്ള ഒരു പോളിസിയാണ് നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങളുടെ വീടിന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ ആ പോളിസി ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇനി ആ ലിങ്കിൽ പോയി വളരെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് ഫിൽറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ വളരെ വേഗത്തിൽ കണ്ടെത്താൻ പറ്റും. ഇതെല്ലാം നോക്കി മാസം ഒരു 400 മുതൽ 500 രൂപയൊക്കെ പ്രീമിയത്തിൽ തുടങ്ങി 1 കോടി വരെയൊക്കെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ നമുക്കിപ്പോൾ കാണാം. ഓക്കെ, ഇപ്പോൾ GST ഇല്ലാത്തത് കൊണ്ട് മുമ്പൊരു 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസിക്ക് കൊടുത്തിരുന്ന അതേ പൈസ കൊണ്ട് ഇപ്പോൾ ഏകദേശം 20 ലക്ഷം രൂപ വരെയൊക്കെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ വരെ ഇപ്പോൾ ഉണ്ട്. അത്തരത്തിലുള്ള പോളിസികൾ വരെ ഇപ്പോൾ കാണാം. അതായത് കുടുംബത്തിന് മൊത്തമുള്ള ഒരു പ്ലാൻ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കിപ്പോൾ എടുക്കാനായിട്ട് പറ്റും. മാസം തോറും ചെറിയ അടവ് മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ. 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ട് നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഡയബറ്റിസ്, തൈറോയ്ഡ് ഇഷ്യൂ, അതുപോലെ ബ്ലഡ് പ്രഷർ, ആസ്മ പോലുള്ള അസുഖങ്ങൾക്ക് 1ാമത്തെ ദിവസം മുതൽ കവറേജ് കിട്ടുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് പ്ലാനുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്നും ആളുകൾക്ക് അറിയില്ല. ഇത്തരം പ്ലാനുകളൊക്കെ നോക്കി ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളെയൊക്കെ നമുക്ക് കമ്പയർ ചെയ്ത് വളരെ വേഗത്തിൽ എടുക്കാം. ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ നോക്കി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, ബയോയിലും കൊടുത്തിട്ടുണ്ട്. ഈ QR കോഡ് സ്കാൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയിലുള്ള എല്ലാ പ്രമുഖമായിട്ടുള്ള കമ്പനികളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എടുക്കാം. ഇതിൽ നിന്നൂടെ എടുത്തു കഴിഞ്ഞാൽ 25% ഡിസ്കൗണ്ട് വരെ കാണാനിടയായി. അപ്പോൾ വെറുതെ ഏതെങ്കിലും ഒരു മോശം തട്ടിപ്പ് പോളിസികൾ എടുക്കാതെ ഏറ്റവും നല്ല ഇൻഷുറൻസ് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ തന്നെ നോക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്.